I remember Suzuki said something about that kid. Some brat hangs out in Treasure Town, likes a taste of blood. His name is Black. Hey, Black. Nighttime is sad. രണ്ടായിരത്തി ആറിൽ മൈക്കിൾ ഏറിയസ് ക്രിയേറ്റ് ചെയ്ത ആനിമെ മൂവിയാണ് ടെക്കോൺ കിൻക്രീറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബിഗിനിങ് തന്നെ, അതായത് ഇതിൻ്റെ ഈ ഒരു ആനിമെ തുടങ്ങുന്നത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റിലൂടെയാണ്. ഭയങ്കര രസം, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഫീൽ കിട്ടും അത് കണ്ടു കഴിയുമ്പോൾ. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ മാങ്ക ബേസ്ഡ് ആയിട്ടാണ് ഇത് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. ജാപ്പനീസിൽ പറഞ്ഞാൽ ക്യുറോ ആൻഡ് ഷിറോ. അപ്പോൾ ഈ രണ്ട് പിള്ളേരുടെ ബേസ്ഡ് ആക്കിയിട്ടാണ് ഈ സ്റ്റോറി വരുന്നത്. തികച്ചും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് സ്റ്റൈലാണ് ഈ ആനിമയ്ക്ക് ഉള്ളത്. എനിക്ക് ഫസ്റ്റ് ഇതിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ആർട്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ പ്ലസൻറ്റ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഈ ഒരു ആനിമയ്ക്ക് ഉള്ളത്. എന്നാൽ ഈ ആനിമ കണ്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ഡാർക്കാണ് താനും. I guess it's sad because the dark makes me think about dying. Don't worry, White. Nobody will ever break us apart. ടെക്കോൺ കിൻക്രീറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സിറ്റി, ദ ട്രഷർ സിറ്റി, അവിടെയാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ലീഡായ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കുറോ ആൻഡ് ഷിറോ താമസിക്കുന്നത് അവിടെയാണ്. ഇവരാണ് ഈ ഒരു സിറ്റിയുടെ പ്രൊട്ടക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബ്ലാക്കിന് ഏകദേശം ഒരു 14 വയസ്സ് കാണും. ഒരു ടഫ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അതുപോലെ വൈറ്റിന് ഏകദേശം ഒരു 11 വയസ്സ് കാണും. ഒരു ഗൂഫി കൈൻഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ആ ഒരു സിറ്റിയെ അവിടുത്തെ യാക്കൂസകളിൽ നിന്നും അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള കോൺട്രാക്ടേഴ്സും വളരെ ഈവിളായിട്ടുള്ള ആളുകളിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നത് ഈ കുട്ടികളാണ്. എങ്ങനെയാണ് ഈ കുട്ടികൾ സംരക്ഷിക്കുന്നതല്ലേ, വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഈ കുറോ അതുപോലെ ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സും തമ്മിലുള്ള, അതായത് നമ്മുടെ ബ്ലാക്കും വൈറ്റും അവർ തമ്മിലുള്ള ഒരു ബോണ്ടും, പിന്നെ അവിടെ നടക്കുന്ന ആ ഒരു സിറ്റിയിൽ നടക്കുന്ന ഒരുപാട് ക്രൈംസും അതുപോലത്തെ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ്, യാക്കൂസാസ്, ഇവരെ എല്ലാം ലൈഫിനെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ ഒരു മൂവി വരുന്നത്. ബേസിക്കലി അതിലെ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ലൈഫ്, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി, അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെയായിരുന്നു എന്നെല്ലാം വളരെ വ്യക്തമായി തന്നിട്ടുണ്ട്. എന്നാൽ കുറച്ച് അധികം ഒരുപാട് സബ് പ്ലോട്ടിലേക്ക് പോകുന്നതുകൊണ്ട് കുറച്ച് നമുക്കൊരു കൺഫ്യൂസിങ്ങും ആവുന്നുണ്ട്. ജംപ് ടു ഓരോ സീനിൽ നിന്നും വേറെ സീനിലേക്ക് മാറുന്നത് കൂടി അത് എന്താണ് സംഭവിക്കണമെന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് വരുന്നുണ്ട്. എങ്കിൽ കൂടിയും വളരെ ബെറ്റർ വാച്ചിങ്, വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഇതെന്ന് പറയുന്നത്. സോ വിഷ്വലി ഒരു സ്പെക്ടാക്കുലർ ആനിമയാണെന്ന് പറയാം. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവർ തമ്മിലുള്ള ആ ഒരു ബ്രദർലി ബോണ്ട് അത് നല്ല പോലെ ഇവർ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ എനിക്ക് ഫീൽ ചെയ്തത് ഇതിലെ ഒരു വില്ലൻ വരുന്നു. ആ വില്ലന് വളരെ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ഹെഞ്ച്മാൻ, അതായത് കൂടെ ഉള്ള അടിക്കാനും ഇതിനും എല്ലാം ആയിട്ട് വരുന്ന കുറച്ച് ആളുകൾ, അതൊരു നോർമൽ ഹ്യൂമൻസ് ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു കുറോ, അത് ഈ ബ്ലാക്കുമായിട്ടുള്ള കുറേ ഫൈറ്റ് സീൻസ്, അതെല്ലാം ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ കൂടിയും അത് ഫൈറ്റ് ചെയ്യുന്നതും അവിടുന്ന് ഫൈറ്റ് ചെയ്യല്ല, ഒരു സർവൈവൽ ആയിട്ടുള്ള സംഭവമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതൊക്കെ വളരെ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഒരു തരത്തിലൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആനിമയാണ്. കാരണം കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ഇതെല്ലാം സംഭവങ്ങളും പിന്നെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള കുറച്ച് ഇൻ്റർപ്രിട്ടേഷനൊക്കെയാണ് അത് വരുന്നുണ്ട്. ആൻഡ് ആനിമയെ കാണുമ്പോൾ ശ്രദ്ധിച്ച് കാണുക. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു മിസ്സിങ്ങോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു ഇത് വരും. സോ എനിവേ എനിക്കൊരു 3.5 അല്ലെങ്കിൽ ഒരു 4 ബേസിക്കലി കൊടുക്കാൻ പറ്റും ഈ ഒരു ആനിമയ്ക്ക്. വളരെ ഡ്രാസ്റ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആനിമെ ആർട്ട് സ്റ്റൈലാണ് ബാക്കിയുള്ള ആനിമേസിൽ നിന്നും ഈ ഒരു ആനിമയ്ക്കുള്ളത്. സോ നിങ്ങളൊന്ന് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഒരിക്കലും ഇതൊരു എന്താ പറയുക ടൈം വെറുതെ വേസ്റ്റായി പോകുന്നൊരു ആനിമയല്ല. ഡെഫിനറ്റ്ലി വർത്ത് വാച്ചിങ് ആയിട്ടുള്ള ആനിമ തന്നെയാണ്. സോ ഒന്ന് കണ്ടു നോക്കാം. I need screws for my heart. God made me broken.